വെൽക്കം ബാക്ക് ടു അനദർ സെക്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയെ പറ്റിയാണ്. ആസ് യു ഓൾ നോ, ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് it helps in solving many real life scenarios, especially in determining distances and height. So distance എന്ന് പറയുമ്പം you all know it's a distance between 2 points or two vertical points. Like ഒരു റിയൽ ലൈഫ് സിനാറിയോ പറയുവാണെന്നുണ്ടെങ്കിൽ the width of a river എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കാം. Now height എന്ന് പറയുമ്പോഴോ, height is also another measure. ഈ ഒരു ട്രിഗ്നോമെട്രിയുടെ ഹെൽപ്പോട് കൂടി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു ഫാക്ടറാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് എ ട്രീ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ ടവർ, ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ്. സോ നമുക്കിപ്പോ അറിയാം, നമ്മുടെ റിയൽ ലൈഫ് സീനാറിയോസിൽ ഈ ഒരു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെ ഒത്തിരി ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ്, നാവിഗേഷൻ, ലൈക്ക് ഫിസിക്സ് ഫീൽഡിൽ, അങ്ങനെ ഒത്തിരി ഫീൽഡ്സിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നൗ ഇൻ ദിസ് സെക്ഷൻ we are going to learn how does trigonometry help us in solving real life scenarios in determining distances and height. So നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് സഹിതം നമുക്ക് കാണാം എങ്ങനെയാണ് ട്രിഗ്നോമെട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ ഡിറ്റർമൈനിങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്. Now the important terms which comes across this topic എന്ന് പറയുന്നത്, one is angle of elevation and other is angle of depression. First, angle of elevation എന്താന്ന് നോക്കാം. As you can see in this picture, the first picture, ആ ബോയ് ഒരു ട്രീയിലേക്ക് നോക്കാണ് and it is a straight view. So അപ്പം straight view എന്ന് പറയുമ്പോഴത്തേക്കിനെ ഇപ്പോൾ ആ കുട്ടിയുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നേരെ ട്രീയിലേക്ക് നോക്കുന്നു. Okay, now in the second figure, if he wants to observe the fruit in that tree, ആ ട്രീയിലെ ഫ്രൂട്ടിനെ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ he has to raise up, അല്ലെ, his high level raise up ചെയ്യേണ്ടി വരും. So that is his raised view. Okay, we have the straight view and we have the raised view. ഈ raised viewന്റെയും straight viewന്റെയും ഇടയ്ക്ക് കിട്ടുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് angle of elevation. Elevation means elevate or raise up. We have to look up. So അപ്പം ആ കുട്ടിയുടെ ഐ ലെവലിന് മുകളിലാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് നിൽക്കുന്നത്, അല്ലെ. ഇപ്പൊ ട്രീയിലുള്ള ഫ്രൂട്ടിനെ നോക്കണമെങ്കിൽ ഹി ഹാസ് ടു ലുക്ക് അപ്പ്. സോ ഐ ലെവലിന് മുകളിൽ ആണ് ഇപ്പോൾ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. സോ ദ ആംഗിൾ ഫോം between the horizontal line and the line of sight, അല്ലെങ്കിൽ പിക്ചർ വെച്ച് പറയുവാണെങ്കിൽ the angle that is formed between the straight view and the raised view തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് angle of elevation. Okay, now line of sight എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചു. what is this line of sight? അപ്പൊ ഈ കുട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ ലൈൻ ഓഫ് സൈറ്റ്, അവന്റെ സൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അവന്റെ വ്യൂ എങ്ങോട്ടാണ് പോകുന്നത്, ആ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് കുട്ടിയുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ ആ ഒബ്സർവറിന്റെ കണ്ണിലേക്ക് നമ്മൾ ലൈൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ that straight line is called line of sight. What is line of sight? It is the line which is drawn from the eyes of the observer to the point being viewed on the object. ഒബ്ജക്റ്റിലെ ഏത് പോയിന്റിലോട്ടാണോ നമ്മൾ വ്യൂ ചെയ്യുന്നത് ആ പോയിന്റും the eyes of the observer തമ്മിലുള്ള ഒരു ലൈൻ ജോയിൻ ചെയ്താൽ that line is called line of sight. Understood? ഇതാണ് angle of elevation. Now what is angle of depression? The just opposite of angle of elevation. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ ടവറിന്റെ മുകളിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസ് വിചാരിച്ചു, ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിൽക്കുവാണ് and he is viewing the ship. അപ്പം ആ ഷിപ്പിനെ വ്യൂ ചെയ്യണമെങ്കിൽ he has to look down, right? അപ്പം ഇപ്പൊ എന്താണ്, ആ മനുഷ്യന്റെ ഐ ലെവലിന് താഴെയാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷിപ്പാണ്, അല്ലെ. അപ്പൊ ഷിപ്പ് എന്ന് പറയുന്ന ഐ ലെവലിന് താഴെയാണ്, ബിലോ ദ ഐ ലെവൽ. അപ്പം he has to look down, താഴോട്ട് നോക്കിക്കലേ പറ്റുള്ളൂ. സോ അങ്ങനെ ഈ ഒരു സ്ട്രേറ്റ് വ്യൂവിനും ലോവർ വ്യൂവിനും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓർ വി കൻ സേ, കുറച്ചുകൂടെ ഒരു മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ the angle formed between the horizontal line and the observer's line of sight, the thing is that the object is kept below the eye level. Okay, നമ്മൾ നേരത്തെ കണ്ട
എലിവേഷനും ഡിപ്രഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇപ്പൊ കാണുന്നത്. യു ക്യാൻ സീ ദാറ്റ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോം ബൈ ലുക്കിംഗ് അപ്പ് ഫ്രം ദ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലെ. അപ്പൊ ഹൊറിസോണ്ടലിന്റെ മുകളിലോട്ട് നോക്കുന്നു. വി ഹാവ് ടു ലുക്ക് അപ്പ്. That angle is called angle of elevation. And angle of depression, it is formed by looking down from the horizontal. ഇപ്പൊ ഒരു ഷിപ്പിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനെ ലൈറ്റ് ഹൗസിന് മുകളിൽ നിൽക്കുന്നു, അവിടുന്ന് താഴേക്ക് വ്യൂ ചെയ്യുന്നു. ആൻഡ് എലിവേഷൻ എക്സാമ്പിൾ ഏതാണ്? ഒരു കൈറ്റ് പറത്തുമ്പോൾ നാച്ചുറലി വി ഹാവ് ടു ലുക്ക്, ആ ഒരു കൈറ്റ് എങ്ങോട്ടാണ് അത് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ ഐ ലെവൽ മുകളിലേക്ക് പോകും. സോ ദറ്റ് ഹൊറിസോണ്ടലും ആ ഒരു റേസ്ഡ് വ്യൂവും തമ്മിലുള്ള ആംഗിൾ ഇപ്പം ഇവിടെ എത്രയാണ്? 36 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ 36 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആൻഡ് ഡിപ്രഷൻ നമ്പറിന് ഷിപ്പിനെ നോക്കാൻ വേണ്ടി വി ഹാവ് ടു ലുക്ക് ഡൗൺ. സോ ആ ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അപ്പോൾ കിട്ടുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 23 ഡിഗ്രി. Okay, this is how we should differentiate angle of elevation and angle of depression. Angle of elevation le object is above the eye level. Angle of depression, the object which is considering is below the eye level. Okay, this is a basic difference between angle of elevation and angle of depression. ഈ ഒരു ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ ആംഗിൾസ് എന്താണെന്നുള്ളത്. കാരണം all throughout the problems നമുക്ക് ഈ ഒരു ടേംസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടേംസിന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, now let's see, already you have learned in the previous section what is trigonometric ratios അല്ലെ. ഏതൊക്കെ trigonometric ratios ഉണ്ട്, അതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ. അപ്പൊ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് റീകോൾ ചെയ്യുവാണ്. ഇപ്പൊ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഉണ്ടെങ്കിൽ അതിൽ 3 സൈഡ്സ് ഉണ്ട്. അതായത് റെഫറൻസ് ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ്, ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിറ്റ്. ആൻഡ് അതിന് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് അഡ്ജസന്റ് അല്ലെങ്കിൽ ബേസ് സൈഡ് എന്ന് വിളിക്കും. ആൻഡ് നമുക്കറിയാം ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വൺ ആംഗിൾ ഇസ് 90 ഡിഗ്രി. അപ്പോൾ ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്, വിച്ച് ഇസ് ദി ലോങ്സ്റ്റ് സൈഡ് ഇൻ ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 3 sides ഉണ്ട്. അങ്ങനെയാണെങ്കിൽ trigonometric ratios എന്തൊക്കെയായിരിക്കും? We have the basic 3 fundamental trigonometric ratios which is sin, cos and tan. അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു സെക്ഷനിലാണെങ്കിലും trigonometric ratios ഈ sin, cos, tan പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രയാങ്കിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ trigonometric ratio ചെയ്ത് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തിപ്പറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. Alright, അപ്പം നമുക്ക് ഈ ഒരു trigonometric ratios ആവശ്യമാണ്. സോ ഒന്ന് റീകോൾ ചെയ്യുകയാണ്. What is sin theta? Sin theta is nothing but opposite side by hypotenuse. And what is cos theta? It is the adjacent side by the hypotenuse. And what is tan theta? It is opposite by adjacent. അതായത് opposite side adjacent side തരാ അറിയാമെന്നുണ്ടെങ്കിൽ, and if you know the angle, you can relate that using tan theta. അതേപോലെ തന്നെ സൈനും കോസും ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് സൈൻ തീറ്റ. അപ്പൊ അങ്ങനെ അക്കോർഡിംഗ് ടു ദ പ്രോബ്ലം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വി ഹാവ് ടു പ്രോപ്പർലി ചൂസ് ദീസ് 3 trigonometric ratios while solving problems. Understood? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. Now ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് ഈ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഒരു പ്രോബ്ലം കിട്ടും. ആൻഡ് the thing is that നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. what informations are given. എന്നിട്ട് the first step what you have to do is draw a rough diagram. ഇപ്പം അതല്ല ഇനി പെർട്ടിക്കുലർലി ചോദിക്കുകയാണ് ഡയഗ്രാം വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നല്ല സ്കെയിലും പെൻസിലൊക്കെ വെച്ച് പ്രോപ്പർ ആയിട്ട് തന്നെ അത് എടുത്ത് വരയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു മാത്സ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ആൻഡ് ഇറ്റ് ഏൺസ് സം മാർക്ക് ഫോർ ദാറ്റ് അല്ലെ. ഒരു മാർക്ക് അല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പം മാത്സിനെ സംബന്ധിച്ച് ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം ഈ ഒരു ഫിഗറിൽ നിന്നാണ് നമ്മളുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റിൽ തരുത്തിരിക്കുന്ന സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സേ കാണുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു റഫ് ഫിഗർ ഉണ്ടാക്കിയെടുക്കുക. റഫ് ഫിഗർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്താൻ പോകുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് പ്രോബ്ലം. A man standing 10 meters away from the foot of a tree sees its top at an elevation of 40 degree. His height is 1.7 meters. What is the height of the tree? നമുക്കപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ
he is standing 10 meters away from the foot of a tree. അപ്പോൾ ഒരു ട്രീ എന്തായാലും വേണമെന്ന് മനസ്സിലായി. ഓക്കെ, സോ ദർ ഇസ് എ ട്രീ. ഇപ്പൊ നമുക്കറിയാം ഒരു ട്രീ ഉണ്ട്. ആൻഡ് എ മാൻ ഇസ് സ്റ്റാൻഡിങ് 10 meters away. ഇപ്പൊ മാൻ സ്റ്റാൻഡിങ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. മാൻ സ്റ്റാൻഡിങ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ഫൂട്ട് ഓഫ് ദ ട്രീ ആൻഡ് ദ മാൻ എന്ന് പറയുന്നത് 10 meters ആണ്. ഇത്രയും ഐഡിയ മനസ്സിലായോ? sees its top of sees its top at an elevation of 40 degree. മനുഷ്യൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ he sees at an angle of elevation that is 40 degree. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും ഒരു ഹൊറിസോണ്ടൽ വേണമല്ലോ. ഹൊറിസോണ്ടലും റേസ്ഡ് വ്യൂവും തമ്മിലുള്ള ആംഗിൾ ആണല്ലോ 40 degree. Okay, this is 40 degree. Understood? His height is 1.7 meter. അതായത് മാൻ സ്റ്റാൻഡിങ് ആണ് ഇത്. അപ്പം let it be m, this is b your n, this is r, this is l, and let it be t. Okay, ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. മാൻ സ്റ്റാൻഡിങ് ആണ്. അപ്പം ആ മനുഷ്യന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. എത്രയാണ്? 1.7 മീറ്റർ. അപ്പൊ ഇതും 1.7 മീറ്റർ ആയിരിക്കുമല്ലോ. ഡെഫിനറ്റ്ലി യെസ്. ഇത് 10 മീറ്റർ ആണ് NR. അപ്പൊ ഡെഫിനറ്റ്ലി ML എന്തായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. സോ ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. MN എന്ന് പറയുന്നത് മാൻസ് പൊസിഷൻ. ഓക്കെ, മാൻസ് പൊസിഷൻ. ആൻഡ് വാട്ട് ഈസ് TR? TR ആണ് നിങ്ങളുടെ ട്രീ. ആ ട്രീയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ട്രീസ് ഹൈറ്റ് ആയിരിക്കും TR എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്കറിയാം MN എന്ന് പറയുന്നതും ഈക്വൽ ടു LR ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1.7 meters. ആൻഡ് ML എന്ന് പറയുന്നതും ഈക്വൽ ടു NR ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 meters. ഇത്രയും ഡേറ്റ ആണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. നൗ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമുക്കിപ്പോൾ അറിയാം ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങേണ്ടത്. സോ നമുക്ക് വേണ്ടിയത് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഏത് ട്രയാംഗിൾ? TLM. ഓക്കെ, ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സൈഡ് അറിയാം 10 മീറ്റർ എന്നറിയാം. TL എന്ന് പറയുന്നത് അൺനോൺ ആണ്. സോ വിച്ച് റേഷ്യോ വി ക്യാൻ യൂസ്? അതായത് ഓപ്പോസിറ്റ് സൈഡും അറിയാം, അഡ്ജസന്റ് സൈഡും അറിയാം. വിച്ച് റേഷ്യോ വി ഹാവ് ടു ചൂസ്? tan, റൈറ്റ്? അപ്പം tan 40 എന്ന് പറയുന്നത് എന്തായിരിക്കും? TL ഡിവൈഡഡ് ബൈ ML. Now what is TL? TL എന്ന് പറയുന്നത് ML into tan 40 ആണ്. And what is ML? ML we have found it is 10 meter into tan 40. From the table you have to find the value, that is exactly വരുന്നത് 0.8391 ആണ്. And on multiplying 10 and on multiplying with 10 we get it as 8.391. TL കിട്ടി. Now simple ആയല്ലോ. What is the height of the tree? Height of the tree കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടിയത്? TR ആണ് വേണ്ടി അല്ലേ? What is TR? TR is actually TL plus LR. What is TL? Just now we have found 8.391 plus what is LR? 1.7, and its value is equal to 10.091 meters. This is the height of the tree. But height of the tree മൊത്തം എത്രയാണ് വരുന്നത്? 10.091 meters. Understood? So ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് only difference is that MN എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൈറ്റ് ആണ്, മാന്റെ ഹൈറ്റ് ആണ്. സോ ആ ഒരു MN 1.7 meter എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. Understood? So let's see the next problem. A man 1.8 meters tall stands on top of a lighthouse 25 meters high. A lighthouse ന്റെ height കിട്ടി. മനുഷ്യന്റെ height എത്രയാണ്? 1.8 meters tall. Sees a ship at sea at a depression of 35 degrees. So he is standing on the top of the lighthouse and is viewing a ship. അപ്പൊ അതിന്റെ ആംഗിൾ ഓഫ് താഴേക്കാണല്ലോ ലുക്കിംഗ് ഡൗൺ. സോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 35 ഡിഗ്രി തന്നിട്ടുണ്ട്. Okay, how far is it from the foot of the lighthouse?
അപ്പം എത്രമാത്രം ആ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് ആ ലൈറ്റ് ഹൗസിൽ നിന്ന് എത്രമാത്രം ഫാർ ആണ്, ഫാർ ഇറ്റ് ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ലൈറ്റ് ഹൗസ്, അതുപോലെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നേരത്തെ ക്വസ്റ്റനിലെ ഹൈറ്റ് കണ്ടുപിടിച്ചു, ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ സോൾവ്. എങ്ങനെയായിരിക്കും? ആദ്യം ഞാൻ പറഞ്ഞു ഗിവൺ ഡേറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ഗിവൺ ഇൻഫോർമേഷൻ ക്വസ്റ്റൻ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പോ പടം വരയ്ക്കാം. അതായത് we have a lighthouse, okay, and the lighthouse ന്റെ മുകളിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. and മനുഷ്യൻ ഇവിടെ m ആണെന്ന് വിചാരിക്കുക, ml. ആ ഹൈറ്റ് തന്നിട്ടുണ്ട്, മനുഷ്യന്റെ ഹൈറ്റ് ഇറ്റ് ഈസ് 1.8 meters ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനിയും എൽ എച്ച് ലൈറ്റ് ഹൗസ് എന്ന് വിചാരിക്കുക. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് എത്രയാണ്? 25 meters എന്ന് തന്നിട്ടുണ്ട്, എൽ എച്ച്. ഇനി വി ഹാവ് എ ഷിപ്പ്, സപ്പോസ് എസ് ആണ് അത് ഷിപ്പിന്റെ ലൊക്കേഷൻ എങ്കിൽ എവിടെ? ഈ മനുഷ്യന് ഇവിടെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നത്, എല്ലിൽ നിന്നല്ല, എല്ലിന്റെ മുകളിലാണ് നിൽക്കുന്നത്, ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. സോ ഫ്രം ദ എം വി ഹാവ്, ഇപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ ഇതാണ്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെ. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ ലൈനും പിന്നെ നമ്മുടെ ലോവേർഡ് വ്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതായത് 35 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇത്രയും ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഈ ഡേറ്റ ഒന്ന് എഴുതിക്കോട്ടെ. എം എൽ എന്ന് പറയുന്നത് മാൻ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ മാൻ ഹൈറ്റ് ആണ്, വിച്ച് ഇസ് ഇക്വൽ ടു 1.8 meters ആണെന്ന് തന്നിട്ടുണ്ട്. Now what is LH? LH is equal to lighthouse in the height which is 25 meters and angle of depression 35 degree ആണ് തന്നിട്ടുണ്ട്. And we have to find how far is it from the foot of lighthouse എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? HS distance ആണ് കണ്ടുപിടിക്കുന്നത്. HS, we have to find this distance, HS. Okay, HS ആണ് കണ്ടുപിടിക്കേണ്ടത്. How we can find? ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതായത് നമ്മുടെ HMS എന്ന് പറയുന്നത് എത്രയായിരിക്കും? Any idea? Because it's a 90 degree, right? Okay, because it's a 90 degree. ഇതൊരു 90 degree ആണ് ടോട്ടൽ. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ആംഗിൾ കണ്ടുപിടിക്കാലോ. one angle is given. So what is our angle given? അപ്പം ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ HMS, HMS plus angle SM, let it be P, SMP equal to 90 degree total angle. HMS ആണ് നമുക്ക് അറിയാത്തത്, HMS അറിയത്തില്ല. ആംഗിൾ HMS is equal to 90 degree minus SMP എന്താണ്? 35 degree. 90 degree minus 35 we get it as 55 degree. ഇത് 55 degree എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, now ഇനി നമുക്കറിയാം, ഇപ്പം ഈ ഒരു ആംഗിൾ കിട്ടി, HS അൺനോൺ ആണ്. ഇനി സൈഡ് MH എന്തായിരിക്കും? MH is very simple, ML plus LH. ML എന്താണ്? 1.8 meters plus 25, we get it as 26.8 meters ആണല്ലോ. അപ്പൊ നമുക്ക് MH കിട്ടി, that is 26.8. HS കണ്ടുപിടിക്കേണ്ടതാണ് and we have the angle. അപ്പൊ ഇതിപ്പോ എന്താണ് വരുന്നത്? ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഏത് മെഷർ ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് യൂസ് ചെയ്യേണ്ടത്? tan 55 degree is equal to HS divided by MH. What is HS? MH into tan 55 degree. What is MH? MH നമ്മൾ കണ്ടുപിടിച്ചു. This is, we have to put it here, 26.8 into tan 55 the value. Again from the table you have to find it, and this value is 1.4281 എന്നാണ്. And approximately ഞാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 38.27 meters എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതായത് HS ന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 38.27 meters. So HS we got it as 38.27 and that is the distance from the foot of the lighthouse. The ഷിപ്പിന്റെ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. From the lighthouse in 38.27 meter ആണ്. Understood? This is another set of problem. Let's see this another problem. A boy standing at the edge of a canal sees the top of a tree
at an elevation of 70 degree. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ ആണല്ലോ. അതായത് ഈ ഒരു പിക്ചർ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കനാലിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു കുട്ടി അതിനെ ആ ഫ്രൂട്ട് മുകളിലേക്ക് ഒബ്സർവ് ചെയ്യുവാണ്. അപ്പം അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി ആണ്. ആൻഡ് ഹി സ്റ്റെപ്പ് ബാക്ക് 10 meters ബാക്കിലേക്ക് 10 meters മൂവ് ചെയ്തു. ഹി സീസ് അറ്റ് ആൻ എലിവേഷൻ. അപ്പം ഇപ്പം ബാക്കിലേക്ക് മൂവ് ചെയ്തപ്പോഴത്തേക്കിന് ആ ഫ്രൂട്ട് കാണുന്ന ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രി എന്നാണ് തന്നേക്കുന്നത്. ഗിവൻ ആ ഒരു ബോയുടെ ഹൈറ്റ് എത്രയാണ്? 1.5 meters ആണെന്നും തന്നിട്ടുണ്ട്. Now the question is how wide is the canal? അതായത് width of the canal കണ്ടുപിടിക്കണം. And how tall is the tree? ഇപ്പൊ ട്രീയുടെ നമ്മുടെ width of the canal കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ height of the tree എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഡിസ്റ്റൻസും വരുന്നുണ്ട്, ഹൈറ്റും വരുന്നുണ്ട് അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ width of the canal, ഹൈറ്റ് എന്ന് പറയുമ്പോൾ height of the tree. അപ്പൊ രണ്ട് കാര്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. Now let's start. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ ഒരു റഫ് ഫിഗർ വരച്ച് തുടങ്ങേണ്ടത്. അതായത് വി ഹാവ് എ ബോയ് സ്റ്റാൻഡിങ് അല്ലെ? അപ്പൊ ബോയിനെ ഞാൻ ഇവിടെ വരച്ചു, BY എന്ന് വിചാരിക്കാം, ബോയ് സ്റ്റാൻഡിങ്. ഓക്കെ, നൗ ഹി ആൻഡ് ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് പറഞ്ഞു. ഇവൻ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന ആംഗിൾ, അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ വേണമല്ലോ, ദാറ്റ് ഇസ് അവർ ഹൊറിസോണ്ടൽ വ്യൂ. അപ്പൊ ഇതിൽ നിന്നുള്ള ആംഗിൾ ആണ് 70 ഡിഗ്രി എന്ന് പറഞ്ഞത്. ആൻഡ് ഇത് ഞാൻ ജോയിൻ ചെയ്യാണ്. അവന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.5 meters. ഈ ഒരു പിക്ചർ സെയിം പിക്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫിഗർ ആയിട്ട് മാറ്റുക. ആൻഡ് ഹി സ്റ്റെപ്പ് ബാക്ക് 10 meters ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ബാക്കിലേക്ക് 10 meters ബാക്ക് ഔട്ട് ചെയ്തു. അപ്പൊ ഹിസ് ന്യൂ പൊസിഷൻ വേറെ ആയിരിക്കുമല്ലോ. ലെറ്റ് ഇറ്റ് ബി NP. ഇതൊന്ന് ജോയിൻ ചെയ്തേ. 10 meters ബാക്കിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അവന് കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിഗ്രി ആണ്. ഓക്കെ, now let it be the tree's height TR and let it be this L. okay, now അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെച്ചേക്കാം. TR എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് അല്ലെ? ഹൈറ്റ് ഓഫ് ദ ട്രീ വരും. now the ബോയുടെ സ്റ്റെപ്പ് ആദ്യത്തെ പൊസിഷൻ BY എന്ന് പറയുന്നത് ബോയ്സ് ഫസ്റ്റ് പൊസിഷൻ അല്ലെ? ഫസ്റ്റ് ആദ്യം നിന്ന പൊസിഷൻ അതാണ്. ഇനി 10 meters ബാക്കോട്ട് പോയപ്പോഴത്തേക്കിനും ഉള്ള പൊസിഷൻ ആണ് NP എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ന്യൂ പൊസിഷൻ ഓഫ് ദ ബോയ്. ഇനി എന്താണ് തന്നേക്കുന്നത്? BY തന്നിട്ടുണ്ട്, കുട്ടിയുടെ ഹൈറ്റ്, അതായത് 1.5 meters ആണ്. ആൻഡ് ദ സെയിം വിൽ ബി ഈക്വൽ ടു LR. എല്ലാറും എന്തായിരിക്കും? 1.5 meters ആയിരിക്കുമല്ലോ. ഈ NP എന്തായിരിക്കും? അതും 1.5 meters ആണല്ലോ. യെസ്, NPയും എല്ലാം 1.5 meters ആണ്, അതും നമുക്കറിയാം. ഇനി PY തന്നിട്ടുണ്ട്, 10 meters ആണ് തന്നിട്ടുണ്ട്. അതേ സെയിം തന്നെ ആയിരിക്കുമല്ലോ NBയും, എന്ത്? 10 meters. ഓൾറൈറ്റ്, അപ്പൊ ഇതും 10 meters തന്നെ ആയിരിക്കും. Now what we have to do is we have to start from one triangle. അപ്പൊ ഏത് ട്രയാങ്കിൾ ആദ്യം എടുക്കണം? നമുക്ക് ഈ ഷോർട്ടർ ട്രയാങ്കിൾ എടുത്താലോ? ഏത് ട്രയാങ്കിൾ എടുക്കണം? നമുക്ക് സ്മോളർ ട്രയാങ്കിൾ എടുക്കാം. സ്മോളർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു പിക്ചറിൽ BTL ആയിരിക്കും. അപ്പൊ കൺസിഡറിങ് ട്രയാങ്കിൾ BTL എടുക്കുമ്പോൾ ഈ TL നെ നമ്മൾ ലെറ്റ് ഇറ്റ് ബി Y എന്ന് പറഞ്ഞെടുക്കുക. BL നമുക്ക് അറിയത്തില്ല, അൺനോൺ ആണ്. സോ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം BTL എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഉണ്ട്, NTL എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിളും ഉണ്ട് അല്ലെ? ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉള്ളപ്പം രണ്ട് ട്രയാങ്കിളും സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ, അല്ലാതെ കിട്ടാൻ പാടായിരിക്കും, കാരണം അൺനോൺസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം ഫസ്റ്റ് ട്രയാങ്കിൾ സോൾവ് ചെയ്ത്, അതേപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിളും സോൾവ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിപ്പറ്റാൻ പറ്റുന്നത്. സോ ഇപ്പൊ ഞാൻ സ്മോളർ ട്രയാങ്കിൾ BTL എടുക്കുമ്പോൾ ഇവിടെ BL അൺനോൺ ആണ്. സോ ലെറ്റ് BL എന്ന് പറയുന്നത് ഞാൻ X എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ TL നെ Y എന്നും പറഞ്ഞ് എടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം TL Y കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ TR എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദ ട്രീ നമുക്ക് ആവശ്യമാണ്. വാട്ട് ഇസ് ദ TR? ഹൈറ്റ് ഓഫ് ദ ട്രീ, which is TL plus LR. What is TL? It is Y. Y plus 1.5 meters ആണല്ലോ. Let it be equation number 1. Now width of the canal നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതായത് ബോയ് സ്റ്റാൻഡ് ചെയ്യുന്ന പൊസിഷൻ BY ആണ്. അവിടെ നിന്ന് എത്ര മാറി, ട്രീന്ന് എത്ര മാറിയിട്ടാണെന്നുള്ളത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അതായത് YR വേണം. YR നമുക്ക് ആവശ്യം. YR is the width of the canal. അപ്പൊ കനാലിന്റെ വിഡ്ത്ത് YR തന്നെയാണ് BL. BL നെ നമ്മൾ ഇവിടെ ഇപ്പൊ X ആയിട്ട് അസ്യൂം ചെയ്തു. അതായത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ Y ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ എന്തുണ്ട്? X ഉണ്ട്. അപ്പൊ ഈ X ഉം Y ഇനി സോൾവ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ
ഹൈറ്റ് ഓഫ് ദ ട്രീയും വിഡ്ത്ത് ഓഫ് ദ കനാലും കിട്ടുള്ളൂ. മനസ്സിലായോ? TL പ്ലസ് LR എന്ന് പറയുന്നതാണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പം അതിൽ y ഉണ്ട്. y is an unknown factor. അത് കണ്ടുപിടിക്കണം. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ കനാലും കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത് അൺനോൺ ആണ്. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. അപ്പൊ ഈ എക്സും വൈയും സോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ട്രയാങ്കിൾ BLT തന്നെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ BLT എടുത്തിട്ടുണ്ടെങ്കിൽ tan 70 എടുക്കാവല്ലോ അല്ലെ? കാര്യം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. BL ഇപ്പൊ x ആണ്. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാ? BTL. BTL ല് tan 70 ഡിഗ്രി എടുത്ത് നോക്കിയേ എന്ത് കിട്ടും? tan 70 ഡിഗ്രി is equal to what is tan 70? TL by BL. What is TL by BL? And TL എന്ന് പറയുന്നത് എന്താണ്? Y ആയിട്ട് നമ്മൾ എടുത്തു, BL നെ x ആയിട്ട് എടുത്തു. ഇതിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. What is that? Y is equal to implies y is equal to x into tan 70. tan 70 യുടെ വാല്യൂ എത്രയാണ്? നമ്മുടെ ടേബിളിൽ നോക്കുക. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതിയാൽ മതി. 2.7475 x എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ tan 70 യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി യുവർ തേർഡ് ഇക്വേഷൻ. ഓക്കെ, കാണാതെ ഇൻ ടേംസ് ഓഫ് എക്സിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. നൗ കൺസിഡർ ദ അതർ ട്രയാങ്കിൾ, വിച്ച് ഇസ് ദാറ്റ് അതർ ട്രയാങ്കിൾ NTL കൺസിഡർ ചെയ്യണം അല്ലെ? നൗ കൺസിഡർ ട്രയാങ്കിൾ NTL. NTL കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയായിരുന്നു? tan 25 ഡിഗ്രി ആണ്. tan 25 is equal to tan 25 is equal to എന്താണ്? TL divided by NL. TL divided by NL. TL എന്താണ്? Y ആണ്. What is NL? നമ്മൾ കണ്ടു NL എന്ന് പറയുന്നത് 10 പ്ലസ് x ആണ്. NB പ്ലസ് BL ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ NL എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇത്രയും വരും. ദാറ്റ് ഇസ് 10 പ്ലസ് x വരും അല്ലെ? 10 പ്ലസ് x. അതിൽ നിന്ന് വീണ്ടും y ഒന്ന് സോൾവ് ചെയ്തെടുത്തേ. y is equal to 10 plus x into tan 25 degree. What is tan 25 degree? Again നമുക്ക് നമ്മളുടെ ടേബിൾ യൂസ് ചെയ്യുക. tan 25 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4663 into 10 plus x. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 0.4663 into 10 ബ്രാക്കറ്റിനകത്തോട്ട് എടുത്തു പ്ലസ് 0.4663 x എന്ന് പറഞ്ഞു കിട്ടും. Which is again equal to 4.663 plus 0.4663 x എന്ന് പറഞ്ഞു കിട്ടും. Let it be equation number 4. Now consider equation number 3 and equation number 4. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. In terms of ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. In terms of y, in terms of y. ഈ y എന്താണ് കിട്ടുന്നത്? 2.7475 x എന്നും ഈ y എന്താണ് കിട്ടുന്നത്? ഈ വാല്യൂ ആണ്. സോ വി ക്യാൻ കമ്പയർ, റൈറ്റ്? എങ്ങനെ കമ്പയർ ചെയ്യാം? Again we can write it as 2.7475 x is equal to 4.663 plus 0.4663 x. x നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് to the other side. That is 2.7475 minus 0.4663. നമുക്ക് എന്ത് കിട്ടും? 2.2812 x is equal to 4.663 എന്ന് കിട്ടി. അതിൽ നിന്ന് x സോൾവ് ചെയ്യണം. x is equal to 4.663 divided by 2.2812. നിയർലി അതിന്റെ വാല്യൂ വരുന്നത് 2.044 മീറ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക എക്സിന്റെ വാല്യൂ. എക്സ് കിട്ടി. ഇനി y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Put in equation number 3. y കിട്ടുമല്ലോ. What is y? y is equal to 2.7475 into x. x ന്റെ വാല്യൂ എന്താ? 2.044. ജസ്റ്റ് പ്യുവർ മാത്തമാറ്റിക്സേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ രണ്ട് ട്രയാങ്കിൾ ഒന്ന് സോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്യുവർ മാത്തമാറ്റിക്സ് മാത്രം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുക. യു ഗെറ്റ് ഇറ്റ് ആസ് 5.616 മീറ്റർ എന്ന് പറഞ്ഞ് അപ്രോക്സിമേറ്റ്ലി കിട്ടും. Is that the final answer? No. x ഉം y ഉം മാത്രം കണ്ടുപിടിക്കാൻ അല്ല നമ്മുടെ ചോദ്യം. The width of the canal ആണ് അല്ലെ? Width of the canal ഉം height of the tree ആണ്. നമുക്കിവിടെ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചു. y യുടെ കൂടെ 1.5 മീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ t height of the tree കിട്ടും. And width of the canal is nothing but the same as x. So what is the final answer over here?
TR എന്ന് പറയുന്നത് y plus 1.5 ആണ് അല്ലേ? y ഇപ്പൊ TR നമുക്ക് കണ്ടുപിടിക്കണം. What is TR? TR is equal to y plus 1.5. Y is 5.616 plus 1.5 and the value is coming to 7.12 meters. And the width of the canal എന്ന് പറയുന്നത് YR ആണ് അല്ലേ? അപ്പോൾ what is YR? YR is equal to X ആണ്. And what is the value of X? 2.044 meter. So this is the final answers, TR and YR. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഹൈറ്റ് ഉണ്ട് ട്രീയുടെ 7 മീറ്റേഴ്സും ആൻഡ് YR എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദ കനാൽ എന്ന് പറയുന്നത് 2 മീറ്റേഴ്സും ആണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ഷുഡ് അപ്രോച്ച് ദ പ്രോബ്ലംസ്. അണ്ടർസ്റ്റുഡ്? Now let's see another question. A ladder leans against a wall. The ladder makes an angle of 60 degree with the floor. The length of the ladder is given as 6 meters. We have to find what is the height of the top of the ladder from the ground. Groundil ninnu top of the ladder ന്റെ height എത്രയാണ്? And how far is the foot of the ladder from the wall? അതായത് ഒരെണ്ണം ഹൈറ്റും ഒരെണ്ണം ഡിസ്റ്റൻസ്. ഇത് ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, ഇത് ഹൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യനും ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോഴത്തേന് ഒരു ലാഡർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ലാഡർ ഒരു വോളയിൽ ഇങ്ങനെ ചാരി വെച്ചേക്കുവാണ്. അപ്പൊ അത് നമ്മളൊന്ന് ജോയിൻ ചെയ്യാമല്ലോ, നമുക്ക് ട്രയാങ്കിൾ കിട്ടുമല്ലോ. ലെറ്റ് ഇറ്റ് ബി എ, ലെറ്റ് ഇറ്റ് ബി ബി ആൻഡ് ദിസ് സൈഡ് ബി സി. അപ്പൊ ഇതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഈ ലെങ്ത് ഓഫ് ദ ലാഡർ തന്നിട്ടുണ്ട് 6 മീറ്റർ ആണെന്നുള്ളത്. നൗ നമുക്ക് എന്താ അറിയേണ്ടത്? വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? അപ്പൊ എന്തായിരിക്കും ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? BC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് BC ആണ്. Now how far is the foot of the ladder from the wall? ഈ വോളിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ് ഫൂട്ട് ഓഫ് ദ ലാഡർ? ആ ഡിസ്റ്റൻസ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുവർ AB എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ BC കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. ഇത് കണ്ടുപിടിക്കാൻ 60 ഡിഗ്രി ഉണ്ട്, 6 മീറ്റർ ഉണ്ട്, വിച്ച് ഇസ് ഹൈപ്പട്ടന്യൂസ് സൈഡ്. BC എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റും ഹൈപ്പട്ടന്യൂസോടെ കണക്ട് ചെയ്യുന്ന ഏത് റേഷ്യോ ആണ്? സൈൻ ആണ് അല്ലെ? അപ്പൊ സൈൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ചെയ്തതിനാ കിട്ടുമല്ലോ BC by AC. Now what is BC? BC is equal to sin 60 degree into AC. What is sin 60? √3 by 2 into your AC hypotenuse 6 meter, and we get it as 3√3 meter. ഇങ്ങനെ ഇട്ടാൽ മതി, 3√3 meter. Now what is AB? AB എന്ന് പറയുമ്പോൾ adjacent side. BC കിട്ടി, 3√3 meter എന്ന് പറഞ്ഞു കിട്ടി. And now what is our AB? AB കണ്ടുപിടിക്കാൻ cos 60 എടുത്താലും മതിയല്ലോ. cos 60 is equal to AB by hypotenuse, which is your AC. Now what is AB? AB is equal to cos 60 into AC, and cos 60 is 1 by 2 into AC എത്രയാണ്? Your hypotenuse 6 meter. So on cancelling we get it as 3 meters. So AB is 3 meter and BC is 3√3 meter. Understood? A simple problem ആണ്. Now one last question. A man standing at the top of a tower sees a car parked on a ground at a depression of 60 degree. അതായത് ഒരു ടവറിന്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ, ഇപ്പൊ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ആണെന്ന് വിചാരിച്ചാൽ, ഇതിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. Now he climbed down by 10 meters. അപ്പൊ താഴേക്ക് ക്ലൈം ഡൗൺ ചെയ്തു, 10 meters down ക്ലൈംബ് ചെയ്തു. അപ്പൊ താഴെ ഇപ്പൊ എത്തി. അപ്പം ഈ ഒരു ടവറിൽ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ ഉള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയായിരിക്കും? 30 degree. He sees the same car at a depression of 30 degree. കണ്ടോ? അപ്പൊ ഈ ആംഗിൾ ആണ് 30 degree. ഇതാണ് നമ്മുടെ പിക്ചർ. Now what is the question? Draw a rough figure for the above case. അപ്പൊ above case ഒരു rough figure വരയ്ക്കണം, and we have to determine the height of the tower. അപ്പൊ ഈ ഒരു ടവറിന്റെ ഹൈറ്റും കണ്ടുപിടിക്കണം, as well as we have to draw the diagram. ഇവിടെ സ്പെഷ്യലി പറയുന്നുണ്ട് ഫിഗർ വരയ്ക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ഫിഗർ സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് പ്രോപ്പർ മെഷർമെന്റിൽ എടുത്ത് വരയ്ക്കുക. Okay, proper measurement I mean straight line വരയ്ക്കേണ്ടടുത്ത് straight line ഒക്കെ വരയ്ക്കുക, hand drawn ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കരുത്. Okay, now let's see what is a rough figure. ഇപ്പൊ നമ്മൾ എനിക്കിപ്പോൾ ഇവിടെ hand drawn ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ടവറിന് ഒന്ന് വരയ്ക്കാം. Okay, let it be your tower BD.
ഇനി താഴെ ഒരു കാർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ കാറിനെയാണല്ലോ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുന്നത്. ആ കാർ ഇരിക്കുന്ന പൊസിഷൻ എ ആണെന്ന് വിചാരിക്കുക. നൗ ഫ്രം ദിസ് വി ഹാവ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഉടനെ ഓർക്കുക അവിടെ ഒരു ആ പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചേക്കാം. അവിടുന്ന് എയിലേക്കുള്ള ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ നോക്കുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. ആൻഡ് 10 മീറ്റേഴ്സ് ഡൗൺ പോയപ്പോൾ ന്യൂ പൊസിഷൻ ലെറ്റ് ഇറ്റ് ബി സി. അപ്പൊ ഈ ഇത്രയും സി ഡി എന്താണ്? 10 മീറ്റേഴ്സ് ആണല്ലോ. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഒരു ഹൊറിസോണ്ടൽ നമ്മൾ വരയ്ക്കണം ആണല്ലോ. എത്രയാണ്? 30 ഡിഗ്രി ആണ്. ലെറ്റ് ഇറ്റ് ബി എഫ് ആൻഡ് ദിസ് ഇസ് ഇ. അപ്പൊ എ ബി സി ഡി ഇ എഫ് ഇത്രയായി. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആംഗിൾ ഇ ഡി എ എന്ന് പറയുന്നത് ആംഗിൾ ഇ ഡി എ സെയിം ആസ് ആംഗിൾ ഡി എ ബി ആണോ? ഈ ഒരു ആംഗിൾ തന്നെയല്ലേ ഈ ഒരു ആംഗിൾ? 60 ഡിഗ്രി വരുമല്ലോ മൊത്തം ആംഗിൾ ഡി എ ബി. വൈ? വാട്ട് ഇസ് ദ റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് തന്നെ അത് 60 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്തേ, എഫ് സിയും അതേപോലെ തന്നെ എ ബിയും വീണ്ടും കൺസിഡർ ചെയ്യുമ്പം ആംഗിൾ എഫ് സി എ is same as what? This angle CAB, which is equal to 30 degree. What is the reason? Again, they are the alternate angles. അപ്പം ഈ ഒരു രണ്ട് ഒരു മെഷറും കൂടെ നമുക്ക് വേണം. ഓക്കെ, 1 is 60 degree. ഒന്നുകൂടെ കാണിക്കാം. This whole length is your 60 degree and this much is 30 degree. നമ്മളിപ്പം ഹാൻഡ് ഓൺ ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ഒക്കെ ഒരേപോലെ ഇരിക്കുന്നത്. ബട്ട് പ്രോപ്പർ സ്കെയിൽ മെഷർമെന്റ് എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. Now what we have to do next? We have to find the height of the tower. അപ്പൊ height of the tower എന്ന് പറയുന്നത് എന്താണ്? DB ആണ്. Is the height of the tower. അപ്പൊ ആ height of the tower എന്ന് പറയുന്നത് DB ആണെങ്കിൽ DB എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? DC പ്ലസ് CB ആണ്. What is DC? 10 ആണെന്നറിയാം. പ്ലസ് CB നമുക്കറിയത്തില്ല. Let it be X എന്ന് വിളിച്ചു. So 10 plus X കിട്ടി. First equation കിട്ടും. Now what is AB? AB നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, കാരണം ഈ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ. ട്രയാങ്കിൾ ADB ഉണ്ട്, ട്രയാങ്കിൾ ADB ഉണ്ട്, അതേപോലെ തന്നെ ട്രയാങ്കിൾ CAB. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മളിപ്പോ ഇനി സോൾവ് ചെയ്യാൻ പോകേണ്ടത്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ കിട്ടി, രണ്ട് ട്രയാങ്കിൾ ഇപ്പൊ മനസ്സിലായ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിനാ എടുത്തത്? കാര്യം നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. അപ്പൊ ആ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ സോൾവ് ചെയ്യുക. ആ രണ്ട് ട്രയാങ്കിൾ സോൾവ് ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓർത്തോണം, രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിളിൽ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്കിപ്പോ രണ്ട് ട്രയാങ്കിൾ എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ADBയും അതേപോലെ തന്നെ CABയും ആണല്ലോ. Now we have to take the smaller triangle. Smaller triangle ഏതാ? CAB എടുത്ത് നോക്കിക്കേ, എന്തായിരിക്കും? tan 30. അപ്പൊ അവിടെ ആംഗിൾ എത്ര? tan 30. tan 30 is equal to CB by AB. Take AB as D. Okay. അപ്പം CB എന്ന് പറയുന്നത് X ആയിരിക്കും, AB എന്ന് പറയുന്നത് D ആണ്. Now we have D is equal to, ഇതിൽ നിന്ന് നമുക്ക് D കണ്ടുപിടിക്കണം. D is equal to X by tan 30. ഇനിയും tan 30 എന്താണ്? 1 by √3 ആണ്. അപ്പം √3 into X എന്ന് പറഞ്ഞു കിട്ടും. So D is equal to √3x എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോറി, ഫസ്റ്റ് അല്ല, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, നൗ ഇപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നൗ വി ഹാവ് ടു കൺസിഡർ ദ സെക്കൻഡ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ ADB. ഓക്കെ, ഇങ്ങനെ അൺനോൺസ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യുക. D എന്നോ X എന്നോ Y എന്നോ എന്തെങ്കിലും പറഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു പ്രോപ്പർ വേരിയബിളിലേക്ക്, ഇപ്പൊ D നമ്മളിപ്പോ എടുത്തു, X എടുത്തെങ്കിൽ D നെ ഇൻ ടേംസ് ഓഫ് X എഴുതുക. സെക്കൻഡ് ട്രയാങ്കിൾ എടുക്കുമ്പോഴും D നെ ഇൻ ടേംസ് ഓഫ് X കൊണ്ടുവരിക. അതായത് X ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ആക്കി കഴിഞ്ഞാൽ D രണ്ട് സൈഡിൽ ഈക്വൽ ആണ്. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും രണ്ട് ഇക്വേഷൻ. അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ADB എടുക്കുമ്പോഴത്തേക്കിന് അവിടുത്തെ ആംഗിൾ ഏതാണ്? 60 ഡിഗ്രി ആണ് അല്ലെ. സോ tan 60 degree is equal to what is the total opposite side height? DB. DB divided by AB. DB എന്താണ്?
നമ്മളിവിടെ കണ്ടുപിടിച്ചു ഫസ്റ്റ് ഇക്വേഷനിൽ 10 plus x ആണ് ഡിവൈഡ് ബൈ വാട്ട് ഇസ് എ ബി ഡി. അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും ഡി കണ്ടുപിടിക്കണമല്ലോ. ഡി is equal to 10 plus x divided by tan 60. What is tan 60? It is root 3 അല്ലെ. അപ്പൊ 10 plus x by root 3 എന്ന് പറഞ്ഞു കിട്ടും, which is your equation number 3. Now compare equation number 2 and equation number 3. D ആണ് LHS-ല്. So we can compare. രണ്ട് സൈഡ് ഈക്വൽ ആണ്. root 3x ഉം 10 plus x by root 3 കൂടെ കമ്പയർ ചെയ്യുക. അതായത് comparing equation number 2 and equation number 3, we get root 3x is equal to 10 plus x by root 3. അതിൽ നിന്ന് എന്ത് കിട്ടും? root 3-നെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നു. So root 3 into root 3 is 3. 3x is equal to 10 plus x. x-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. We get 2x is equal to 10 or x is equal to 10 by 2, which is equal to 5 എന്ന് പറഞ്ഞു കിട്ടി. Now, is that enough? No. Our question is to find the height of the tower. അതായത് equation number 1-ൽ നമ്മൾ substitute ചെയ്യണം. So what is dB? dB is equal to 10 plus x എന്ന് പറയുന്നത് 5 ആണ്. So we get it as 15 meter. അതായത് ഈ ഒരു ടവറിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 15 meters ആണല്ലോ. സോ ദിസ് ഇസ് ഹൗ വി ഷുഡ് ഫൈൻഡ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിളിനെ സോൾവ് ചെയ്ത് അതിനൊരു കോമൺ വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിളിലേക്ക് കൊണ്ടുവരിക. ഇൻ ടേംസ് ഓഫ് എക്സോ ഇൻ ടേംസ് ഓഫ് വൈയോ അങ്ങനെ നമുക്ക് എടുക്കുന്ന വേരിയബിളിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ ഡിയും എക്സും ആണ് എടുത്ത്. സോ ഡി ഈക്വൽ ടു റൂട്ട് 3x, ഡി ഇസ് ഈക്വൽ ടു 10 plus x by root 3 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുന്നത് പിന്നെ പ്യോർ മാത്തമാറ്റിക്സ് മാത്രമായിരിക്കും. ഓക്കെ. Now, let's see a quick recap of the entire section. So, we have learned mainly three terms: line of sight, angle of elevation, and angle of depression. Line of sight is a line which is drawn from the eyes of the observer to the point being viewed on the object. അതുപോലെ ഒബ്സർവറും തമ്മിലുള്ള ആ ഒരു ലൈനെയാണ് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്ന്. Now, what is angle of elevation? It is angle that is formed between the horizontal and line of sight when the object is kept above the eye level. And angle of depression, സെയിം തന്നെ ഹൊറിസോണ്ടൽ ലൈനും ഒബ്സർവറിന്റെ ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ ആണ് when the object is kept below the eye level, because that means we have to look down, and angle of elevation we have to look up. Okay, and this is what about the entire session. Applications of trigonometry, heights and distance ല് എങ്ങനെയാണ് trigonometrical ratios യൂസ് ചെയ്ത് നമ്മൾ ഹൈറ്റും ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ കണ്ടത്. മെയിൻലി ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണമെന്നും നമ്മളിവിടെ പ്രോബ്ലംസിലൂടെ കണ്ടുപിടിച്ചു. അതൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അതിനെ ഫിഗർ വരച്ച് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. Manorama Horizon. Learning made simple.